ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. സമയം ഏകദേശം 12:30 നമ്മളിവിടുന്ന് പോകുന്ന ഉത്തരാഖണ്ഡിലേക്കാണ് കേട്ടോ. റിവർ മോൺസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാം ഡിസ്കവറിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവർ ആദ്യം എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിൽ അവർ വന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനെ പിടിക്കാനാണ്. നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഇവിടുന്ന് ഏകദേശം 15 മണിക്കൂർ ട്രാവൽ ചെയ്താലേ ഉള്ളൂ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ടാക്സി. നമ്മുടെ വണ്ടിയുടെ മേളിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഞാനും ജോബിനും പുറകിൽ, ജെറിങ്കോശി ഇവിടെയുണ്ട്, ജിനോച്ചാച്ചൻ ഈ സൈഡിൽ, അലീക്ക് ഏറ്റവും ഫ്രണ്ടിൽ കേട്ടോ. കൊച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഉണ്ടല്ലോ 60 മണിക്കൂറായി. നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ സ്റ്റക്കായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇതുവരെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ആണെങ്കിൽ മഴ കുറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് കോടയാണ്. 3 പേർക്ക് പോകാനാണ് പറഞ്ഞേ. നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറുവാണ് കേട്ടോ. ഓക്കെ, ശരിക്കും നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. കാര്യം പുഴയിലെ വെള്ളം ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ ചോദിടാൻ പോകുമ്പോഴേക്കും നമ്മൾ ഇടുമ്പോഴേ മീൻ കിട്ടാറുണ്ടോയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ട്രിപ്പ് പോയി ഒരു 10-20 ദിവസം ട്രിപ്പൊക്കെ പോയാൽ പോലും ചിലപ്പോൾ നമുക്കൊരു മീൻ പോലും കിട്ടിയെന്ന് വരത്തില്ല. താങ്ക് യു. നമ്മളങ്ങനെയുണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ സൂക്ഷിച്ചാണ് പോകുന്നത്. ഈ സ്ഥലമൊക്കെ മണ്ണിടിഞ്ഞ് പോയ സ്ഥലങ്ങളാണ് കേട്ടോ. ഡേവിഡ് ആണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഡേവിഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇത് കേട്ടോ, നമ്മൾ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഫുൾ ഇടിഞ്ഞ് താഴേക്ക് പോയേക്കുന്നതാണ്. അങ്ങനെയാണ് ആ വഴി അടഞ്ഞു പോയത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ജെറിങ്കോശിയും അലീക്കയും ഈ വണ്ടിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇത് പുറകിലുണ്ട് കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരാണ് വണ്ടി എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം നമുക്ക് 4.5 മണിക്കൂർ യാത്രയുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആകപ്പാടെ ഉള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പുറകിലോ ഫ്രണ്ടിലോ വല്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്ത് സ്റ്റക്കാവും. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ലാൻഡ് സ്ലൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് ഇറങ്ങി കാണിച്ചു തരാം. നമ്മൾ നിർത്തിയിട്ടേക്കുന്ന സ്ഥലം ഇതാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും ഓ മൈ ഗോഡ് ഗൈസ്, ആ ഒരു വണ്ടി അവിടെ സ്റ്റക്കാണ് ലാൻഡ് സ്ലൈഡിൽ. അപ്പോൾ ഈ ഒരു JCBയും ഈ ഒരു റിക്കവറി വാനും ഉപയോഗിച്ചിട്ട് ഇവർ വണ്ടീനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ മെയിൻ ബ്ലോക്ക് മാറിയിട്ടുണ്ട്. മിക്കവാറും ഇനി വണ്ടികൾക്ക് പോകാൻ പറ്റുമായിരിക്കും. ഈ വണ്ടികളൊക്കെ കയറി പോവാണ്. മേളിൽ നിന്നുള്ള റോഡിൽ നിന്ന് കുറേ വണ്ടികളുണ്ട്, അതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. എന്താണെങ്കിലും ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 3.5 മണിക്കൂറുണ്ട് നമ്മുടെ ക്യാമ്പിലേക്ക്. ഇപ്പോൾ എന്തായാലും മഴ പെയ്യുന്നില്ല. മഴ പെയ്യാതിരിക്കുവാണെങ്കിലുള്ള പുഴയിലെ വെള്ളം ഇറങ്ങത്തുള്ളൂ. പുഴയിലെ വെള്ളം ഇറങ്ങിയാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓ മൈ ഗോഡ് ഗൈസ്, കുറച്ച് മുമ്പ് കയറിപ്പോയ വണ്ടിയാണ്. ആ വണ്ടി കിടക്കുന്നുണ്ട്, അത് താഴേക്ക് പോയി വീണ്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നത് കേട്ടോ. ഈ വണ്ടി പിന്നെയും താഴെ പോയി. എനിക്കിന്ന് ഡ്രൈവറുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഫ്രണ്ട് വീല് പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പുറകെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ. ഓക്കെ ഭയ്യ. നമ്മൾ യാത്ര ചെയ്തിരുന്ന വണ്ടി ഏറ്റവും മുമ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാനായിട്ട് പറ്റി. പോകുന്ന വഴിക്ക് മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മലയിലും നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. യാത്ര ചെയ്യുന്തോറും ഉത്തരാഖണ്ഡിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നു. യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. നമ്മൾ വരുന്ന വഴിക്ക് വേറെ മണ്ണിടിച്ചിലൊന്നും കണ്ടില്ല. ജിനോച്ചാച്ചനും ചൂബിനും വരുന്ന വണ്ടി നമ്മളെക്കാളും കുറേ പുറകിലാണ് കേട്ടോ. അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചായക്കടയിൽ കയറി. ചേട്ടനാണെങ്കിൽ വളരെ ഫ്രഷായിട്ട് ഇഞ്ചിയും ഏലക്കയൊക്കെ പൊടിച്ചിട്ട് നമുക്കൊരു ചായ ഇട്ടു.
നമ്മളുണ്ടല്ലോ ജിനോചാച്ചനും ജോബിനും വന്നിട്ടില്ല, അവർ പുറകെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി അവരിതിന് മുമ്പുള്ള ആ ഒരു ലാൻഡ് സ്ലൈഡിൽ പെട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അവർ വന്നിട്ടുള്ളൂ നമ്മൾ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കിतना दूर है भैया फ्रॉम इधर जी कितना दूर है कहाँ से पंचेश्वर पंचेश्वर यहाँ से करीब 4 घंटे लगेंगे 4 घंटे देखो तो 4 घंटे എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറെങ്കിലും യാത്രയുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇവിടുന്ന്. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 1 മണിയായി, നമ്മളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം. എന്താണെങ്കിലും ഇന്നിന് മീൻ പിടുത്തം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു 6 മണി 7 മണിയെങ്കിലും ഒക്കെ ആകുമായിരിക്കും. നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അധികം ആൾതാമസം ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ വേറെ ഹോട്ടലും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ആ ഒരു വീടിനോട് ചേർന്നുള്ള കുഞ്ഞു ഹോട്ടലിൽ നല്ല ഫ്രഷായിട്ട് മാഗി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നന്നായിട്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ എന്ത് കിട്ടിയാലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കടയിൽ കയറിയിട്ട് അലീക്ക 3 പേർക്കും മാഗി പറഞ്ഞു. നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലേ, നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ഫേവറേറ്റ് സാധനം അങ്ങനെ സന്ധ്യയായി, മഴ നന്നായിട്ട് മാറി, നല്ല വെയിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്തമയം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ പല ഗ്രാമങ്ങളും കവർ ചെയ്തു. പോകുന്ന വഴിക്ക് ബൈക്കിൽ വന്നൊരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലോട്ട് പോകാൻ സാധിക്കത്തില്ല, പോകുന്ന വഴിക്ക് 6-7 ലാൻഡ് സ്ലൈഡ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളുണ്ടല്ലോ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ അവിടെ ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ലഗേജ് എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രിയിൽ ഇത് കണ്ടോ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. നമ്മൾ ആവശ്യത്തിനുള്ള അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആവശ്യത്തിനുള്ള ചൂണ്ടയും ആവശ്യത്തിനുള്ള ലഗേജ് എല്ലാം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോശി നമ്മളുണ്ടല്ലോ ഫ്ലഡ് എവിടെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, ഓരോരുത്തരായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഷോൾഡർ पे शोल्डर पे वो लोग वापस आ रहा है ना आगे एक आदमी नहीं हम पार करवा देगा आराम से जाना ठीक है ओके इधर से जाओ इधर से ना അപ്പോൾ നമ്മളിത് ക്രോസ് ചെയ്യുവാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ വെട്ടമില്ലാതെ വരാൻ പറ്റത്തില്ല. അവർ ജാവോ എന്ന് പറഞ്ഞ് വെട്ടമില്ലാതെ ഇങ്ങനെ വരുന്നേ. അയ്യോ, അവിടെ വെട്ടമുണ്ടല്ലോ അല്ലേ എല്ലായിടയിലും. ഫോൺ എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാൻഡ് സൈഡിനെ ക്രോസ് ചെയ്തു. നിങ്ങൾ ഈ കാണുന്ന ഈ റോഡുണ്ടല്ലോ, ഇതിലും വഴി ഫുള്ള് വെള്ളം ഒഴുകി പോയേക്കുന്നതാണ്. ഇത് റോഡാണ് കേട്ടോ, ഇങ്ങോട്ടേക്ക് വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. 2 ദിവസം എടുക്കും ഈ വഴി ശരിയാക്കാനായിട്ട്. എടാ വെട്ടമില്ല വരാൻ പറ്റത്തില്ല. ഞാൻ ഇരുട്ടാത്താ വന്നത്, ഒന്നും കാണാതെ. എന്റെ ഫോണില്ലായിരുന്നേ. അവിടെ ഇരുന്നിട്ട് പുള്ളി ജാവോ ബീച്ച് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഞാൻ വെട്ടമില്ല വന്നത്. അത് കോശിയൊക്കെ റിസ്കാ, അത് കോശി വരുന്ന റിസ്കാ. നമുക്ക് പോകാനുള്ള വണ്ടിയാന്ന് തോന്നുന്നു വരുന്നത്. ലഗേജ് ആ വരുന്നതെല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ. ആ ലൈറ്റ് കാണുന്നത് ഫുള്ള്. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് വെട്ടടിച്ച് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇവിടെയുള്ള ആളുകളുടെ ദിവസവും ഇങ്ങനെ തന്നെയാണ് അവർക്ക്. അതായത് മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഇവർക്ക്, അല്ലേ ജോനെ? ശരിക്കും നമ്മൾ വന്നതിൽ ഏറ്റവും റിസ്ക് ഉള്ള ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയാണ് കേട്ടോ. അതായത് ഏകദേശം 70 മണിക്കൂറായിട്ട് നമ്മൾ ഇതുവരെ റീച്ച് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. വെറും 500 കിലോമീറ്ററേ ഉള്ളൂ 70 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യാൻ കേട്ടോ. ഇത് ആ വരുന്ന മൊത്തം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു മല ഇടിഞ്ഞു പോയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബാഗ് എടുക്കാൻ നന്നായില്ലേ? ഞാൻ എനിക്ക് നിങ്ങൾ പോയ രംഗണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ ലൈറ്റില്ലാതെ വന്നേ.
ഞാൻ നല്ല പോയി. കാരണം എന്താ പറയുക, ഒന്നാമതല്ലോ ഇപ്പൊ രാത്രി ആയതുകൊണ്ടാണ് ഞാനിത് ക്രോസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യും. പകല് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റൂല, കാരണം നമുക്ക് തലറങ്ങും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടിയെ കയറാം. इसलिए हम क्रॉस करेगा, सुबह में तो नहीं करेगा क्योंकि नीचे बहुत डीप है. Okay, bye. You guys sit in the car. Okay. You go ahead. We are walking. He'll come back to take us. Okay, no problem. Okay. എനിക്ക് നോക്കണ്ട അങ്ങോട്ട്, ഞാൻ നോക്കത്തില്ല. ഓ, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വണ്ടി പോകത്തില്ല കേട്ടോ. അടുത്ത വണ്ടി വരുന്നത്. ये दूसरा गाड़ी आएगा ना. വണ്ടി ഇവിടം വരെ വരത്തില്ലെന്നാണ് പറഞ്ഞേ. ഇവിടെ വഴി ഫുള്ള് പോയി കിടക്കുവാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് മണ്ണ് ഒഴുകി കിടക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല, കാരണം ഇവിടെ കല്ലൊക്കെ വീണിട്ടുണ്ട്. നമുക്കേ കുറച്ച് പുറകിലേക്ക് നിൽക്കാം, കാരണം ഇവിടെ കല്ല് വീഴുന്നുണ്ട് ഇപ്പോഴും. ജോന വാടാ. ഹലോ, വി ക്രോസ്ഡ് വൺ ലാൻഡ് സ്ലൈഡ്. വി റീച്ച് ദ നെക്സ്റ്റ് ലാൻഡ് സ്ലൈഡ്. നമ്മളുണ്ടല്ലോ ഈ ഒരു ലാൻഡ് സ്ലൈഡിനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറം നിൽക്കാൻ വേണ്ടി പോവാണ്. ഇത് കുഴപ്പമില്ല, ഇത് സേഫാണ്. പെട്ടെന്ന് പോരും കേട്ടോ എല്ലാവരും. ഇവിടുന്ന് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് വീടോ ആൾത്താമസമോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. മല മാത്രമേ ഉള്ളൂ. അങ്ങ് ദൂരെ ഫ്രണ്ടിൽ നമുക്ക് മലയിൽ ലൈറ്റ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നു കേട്ടോ. നമുക്കുള്ള വണ്ടിയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടുന്ന് ഇനി അടുത്ത യാത്ര ജീപ്പിലാണ് കേട്ടോ. നമ്മൾ എത്ര വണ്ടി മാറി കയറിയല്ലേ. വഴിയുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ചേട്ടന്മാർ വഴിയിലുള്ള കല്ലൊക്കെ എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കൊടും കാടാണ്. പുലിയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഒരു വഴി മാറ്റിയിട്ടുണ്ട്. Yes, Maya. Yeah, Daniel. Yeah, how are you? I'm good. Good. Yeah. So nice to, Yeah, Mansoor. have you. It's been a long journey. Come. Yeah, we'll but go. it was good. So we have to cross this small bridge. Landslide. Yeah, Oh. we'll cross the bridge. Bridge. Okay. ഇതുണ്ട്, ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നുണ്ട്. രാത്രിയാണ്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പയ്യെ മേളിലേക്ക് കയറണം. അവിടെ നമുക്ക് വേറെ വണ്ടി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലോ വീഡിയോയിൽ കാണിച്ചാലോ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവത്തില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഇവിടം വരെ എത്താനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിയെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് കയറി പോകും എല്ലാവരും. ഞാൻ ഇവിടെ അടച്ചേക്കാം. 6. Yeah. David and Gaurav. ഇതിൻ്റെ പുറകിൽ ആളുണ്ട്. ക്ലൈമറ്റ് ഫുള്ള് ചേഞ്ച് ആയി കേട്ടോ എല്ലായിടത്തും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്റർ പോയി. ഇവിടെ താഴെയാണ് നമുക്ക് റിവർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ രാത്രിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയ്ക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ല ഓഫ് റോഡാണ്. നമ്മൾ ക്യാമ്പിലോട്ട് എത്താറായിട്ടുണ്ട്. ക്യാമ്പ് തൊട്ടടുത്താണ് കേട്ടോ. ഓ, ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. 12 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. ഓ, ഫൈനലി. ഹായ്. ഓ, yeah, 70 hours. അഖിൽ, ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അടിപൊളിയായിരുന്നു, യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാനുണ്ടല്ലോ ചൂണ്ടയിടാൻ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളല്ല. ചൂണ്ടയിടാൻ പോകാത്ത ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ആള് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ആള് കേരളത്തിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൻപിടുത്തക്കാരനാണ് കേട്ടോ. അഖിൽ എന്നാണ് പേര്. അഖിൽ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന മഹസീറിനെയാണ്. ഫ്രഷ് വാട്ടറിലുള്ള എല്ലാ സ്പീഷീസിനും നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഗോൾഡൻ മാസൂറിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടല്ല, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗൈഡായിട്ട് വരുവാണ് അല്ലേ. അപ്പോൾ അഖിലാണ് ആക്ച്വലി നമ്മളെ ഇവിടെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് സ്ഥലമൊന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ ആകുമ്പോഴേക്ക് ഈ സ്ഥലം എൻ്റെ ഇങ്ങനെ അല്ലായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം അല്ലേ. ലഗേജ് എടുത്ത് വെക്കാം അല്ലേ. ഫൈനലി ആള് കോന്നില്ല. ഇനിയിപ്പോ നമ്മൾ എവിടെയാണ് താമസിക്കുന്നതല്ലേ. നമ്മൾ ഇന്നലെ താമസിച്ചത് ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്ന 7 സ്റ്റാറിലോട്ടാണ് കേട്ടോ. അതായത് ഫീലിൻ്റെ കാര്യത്തിൽ 7 സ്റ്റാറാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. So I was telling that yesterday we stayed in 5 star property and today is 7 star. Because ഞാൻ പറയാൻ കാര്യമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ നമുക്കുള്ളത് ഫീലാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ എൻ്റെ ചെവി ഇപ്പോഴാണ് തുറന്നത്. സോ വി ഷുഡ് ഓൾവേസ് കീപ് ദി നെറ്റ് ക്ലോസ്ഡ് റൈറ്റ്? മൊസ്കിറ്റോ ഇൻസെക്ട്സ് മൊസ്കിറ്റോസ് ഇല്ലല്ലേ? അടിപൊളി. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബാഗ് ഇവിടെ വെക്കുവാണ്. I think we'll keep the chappals outside because we need to stay here for. This is actually good. ഞാനുണ്ടല്ലോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 ബെഡ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്യാമ്പിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നെറ്റ് എപ്പോഴും ക്ലോസ് ചെയ്തതാണ് സേഫ്. കാരണം അല്ലെങ്കിൽ ഇൻസെക്ട്സ് അകത്ത് കയറും. കാരണം ലൈറ്റും ഉള്ളതുകൊണ്ട് ചില മൊസ്കിറ്റോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹൗ മെനി മീറ്റേഴ്സ് മേ ബി? Probably maybe 20 feet. 20 അടി വെള്ളം കൂടി. ആഫ്റ്റർനൂൺസ് വി ക്യാൻ സ്റ്റേ ഹിയർ. ഓക്കെ. വ്യൂ ഓഫ് ദി മൗണ്ടൻസ്. Confluence and both the rivers merging and all. ഓക്കെ. Yeah. ശരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ 2 റിവർ, അതായത് സരയു എന്ന് പറയുന്ന റിവറും കാലി എന്ന് പറയുന്ന റിവറും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ രാത്രി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും ഞാനത് കാണിച്ചു തരാം കേട്ടോ ഭംഗിയായിട്ട്. Pick up Ramsay, we'll have breakfast and then we can go on fish. ഓക്കെ. ഇത് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും. ഇത് മഴ കുറഞ്ഞില്ലേ ഇപ്പോൾ? മഴ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങും. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ചേട്ടന്മാർ നമുക്കുള്ള ഡിന്നർ സെർവ് ചെയ്തു. നമുക്ക് ചപ്പാത്തിയും നല്ല കറി, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്ലെയിൻ റൈസുമാണ് നമ്മൾ കഴിച്ചത്. മഴ നിന്ന് പുഴയിലെ വെള്ളം കുറഞ്ഞാലേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആകെയുള്ളത് 3 ദിവസമാണ്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വരുന്ന ഞായറാഴ്ച കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.